കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ ആക്രിക്കടയ്ക്ക് തീപിടിച്ചു. പൈങ്ങോട്ടുപുറത്തെ കടയ്ക്കാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് തീ അണയ്ക്കുന്നു. AK ലതീഷ് വിവരങ്ങൾ നൽകാനുണ്ട്. ലതീഷ്, എങ്ങനെയാണ് തീപിടിച്ചത് എന്നാണ് പ്രാഥമിക വിവരം? ഇപ്പോഴെന്താണ് നില? എന്നാൽ 9:15 കടയ്ക്കും ആക്രിക്കടയോട് ചേർന്നുള്ള ഗോഡൌണിനും കുറ്റിക്കാട്ടൂരിൽ തീപിടുത്തമുണ്ടായത്. പൈങ്ങോട്ടുപുറത്തെ കടയ്ക്കാണ് ഇപ്പോൾ തീപിടിച്ചിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കോഴിക്കോട് ബീച്ച്, അതേപോലെ തന്നെ മുക്കം, വെള്ളിമാടുകുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് 5 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണയ്ക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആക്രിക്കട ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉണ്ട്, അതുകൊണ്ടാണ് തീ ആളിപ്പടർന്നത്. എന്നാൽ സമീപത്ത് മറ്റ് കടകളോ വീടുകളോ ഒന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒറ്റപ്പെട്ട ഒരു വയലിനോട് ചേർന്ന സ്ഥലത്താണ് ഈ ആക്രി ഗോഡൌൺ പ്രവർത്തിക്കുന്നതെന്നാണ് നാട്ടുകാരിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമം ഊർജിതമായി തന്നെ നടക്കുന്നു. കോഴിക്കോട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം തന്നെ ഇടി മിന്നലോട് കൂടിയ മഴയുണ്ടായിരുന്നു. ആ മിന്നലിലാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെടുന്നത്. അതുകൊണ്ട് മിന്നലിനെ തുടർന്നാണ് തീപിടിച്ചതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തീപിടുത്തത്തിന്റെ വ്യക്തമായ കാരണം ലഭ്യമായിട്ടില്ല. തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഏകദേശം കട പൂർണ്ണമായും അല്ലെങ്കിൽ ഗോഡൌൺ പൂർണ്ണമായും തന്നെ കത്തി അമർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അന്ന അതെ ലതീഷ്, ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞേക്കില്ല. ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ്? ചുറ്റുവട്ടത്തുമൊക്കെ തീ പടരാനുള്ള സാധ്യത അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കൂടുതൽ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. നേരത്തെ ആദ്യം വെള്ളിമാടുകുന്ന് നിന്ന് മാത്രമാണ് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയതെങ്കിൽ തീപിടുത്തത്തിന്റെ വ്യാപ്തി വർദ്ധിച്ച ഒരു സാഹചര്യത്തിലാണ് മറ്റിടങ്ങളിൽ നിന്നുകൂടി ഫയർ യൂണിറ്റുകൾ എത്തിയത്. 5 യൂണിറ്റ് ചേർന്നാണ് ഇപ്പോൾ തീ അണയ്ക്കുന്നത്. തീ അണയ്ക്കൽ നല്ല പുരോഗതി ഉണ്ട് എന്നാണ് ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും കൂടുതൽ കടകളും മറ്റും അല്ലെങ്കിൽ വീടുകളും ഒന്നും ഇല്ലാത്ത സ്ഥലത്താണ് ഈ ആക്രി ഗോഡൌൺ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് അപകടങ്ങളിലേക്ക് പോകാൻ സാധ്യതയില്ല. പരമാവധി വേഗത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം തന്നെയാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉള്ളതിനാലാണ് തീ അണയ്ക്കുന്നത് അല്പം വൈകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ മഴ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ മഴയൊന്നും ഈ തീ അണയ്ക്കുന്നതിന് തക്ക പ്രാപ്തമായിരുന്നില്ല. കൂടുതൽ ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. തീ അണയ്ക്കുന്നതിൽ നല്ല പുരോഗതി ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലാണ് ഈ സംഭവം. പൈങ്ങോട്ടുപുറത്തെ ആക്രിക്കടയ്ക്ക് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുകയാണ്. AK ലതീഷ് വിവരങ്ങൾ നൽകിയത്.